ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തിരുവോണം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് തിരുവോണം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ദമ്പതികൾക്കത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് ജീവിത പങ്കാളിയുമായിട്ട് അകന്ന് കഴിയേണ്ടതായ സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ചില തിരുവോണം നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കുള്ള യോഗം കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യനില അത്ര കണ്ട് നല്ലതല്ല, ആരോഗ്യനില മോശമാകുന്നതാണ്. സാംക്രമിക രോഗങ്ങളോ ഉദര സംബന്ധമായ വ്യാധികളോ ഒക്കെ പിടിപെടാം. മറ്റ് രീതിയിലുള്ളതാണെങ്കിലും ആരോഗ്യ നില മോശമാക്കാനിടയുണ്ട്. അപ്പോൾ പുറത്തുനിന്നുള്ള ഭക്ഷണം ഒക്കെ ഒന്ന് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ദീർഘദൂര യാത്രകൾ പോകുമ്പോൾ ഇപ്പോൾ പുതിയ പുതിയ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ അതൊക്കെ മനസ്സിലുണ്ടാകണം. ഈ അമീബ ജ്വരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ പുഴയിലൊക്കെ പോയി കുളിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തു തന്നെയായാലും നിങ്ങളുടെ ആരോഗ്യനില അത്ര കൊണ്ട് മോശമാകാനുള്ള സാഹചര്യങ്ങൾ വന്നു പെടുന്നുണ്ട്. ഞാൻ അതിനുള്ള ഒരു അഡ്വൈസ് തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ധനപരമായിട്ട് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ക്രയവിക്രയങ്ങളൊക്കെ വിജയം കാണുന്നു. ഉദ്യോഗസ്ഥർക്കും കാലം അനുകൂലമാണ്. പ്രമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യത ഉദ്യോഗസ്ഥന്മാർക്ക് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗുണകരമായിട്ട് കാണുന്നു. ഉയർന്ന വിദ്യാഭ്യാസത്തിന് സീറ്റ് ലഭിക്കുക, തരപ്പെടുക, ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടുക ഒക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം കാണുന്നു. അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനായിട്ട് ശത്രുക്കൾ ശ്രമിക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ജോലി സ്ഥലത്തായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് മന്ദീഭവി അല്ലെങ്കിൽ തടസ്സപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ പടയൊരുക്കങ്ങളൊക്കെ നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കരുതിയിരിക്കുക. കൂട്ടു ബിസിനസ്സിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ സമയങ്ങളിൽ ഏർപ്പെടരുത്. അകന്ന് നിന്നവർ അടുത്ത് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത് ശത്രുവാണോ മിത്രമാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മുടെ മിത്രങ്ങളാകാം, ചിലപ്പോൾ ഉള്ളിൽ ശത്രുത ഉണ്ടാവാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ചില പ്രവൃത്തികളുടെ ഫലമായിട്ടായിരിക്കും അവർ ശത്രുവായി മാറിയിട്ടുള്ളത്. അല്ലെങ്കിൽ അസൂയ ഉണ്ടാവാം. പക്ഷേ എന്തായാലും ഒന്ന് വരുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് അനുഭവം അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. സാമ്പത്തിക ഇടപാടുകളൊക്കെ കരുതലോടുകൂടി വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. കർഷകർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാകുന്ന സമയമാണ്. മറ്റുള്ളവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്ന ചില അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകുന്നതാണ്. പൊതുരംഗത്ത് രാഷ്ട്രീയക്കാർക്കൊക്കെ ശ്രദ്ധേയമായ നേട്ടമുണ്ടാകുന്ന സമയമാണ്. ആഗ്രഹിച്ച പോലെ ഒരു ഉയർച്ച നിങ്ങൾക്ക് രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ പൊതുരംഗത്തൊക്കെ ഉണ്ടാവും. ഈശ്വര കടാക്ഷം കൂടുതലായിട്ട് കാണുന്ന സമയമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ തൊഴിൽ തർക്കങ്ങളൊക്കെ ദീർഘനാളായിട്ടുണ്ടായിരുന്ന തൊഴിൽ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ തീർച്ചയായിട്ടും നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങളെ എത്തിക്കും. മേലുദ്യോഗസ്ഥൻ ആ റേഞ്ചിലേക്കൊക്കെ പോകാം. പക്ഷേ നിങ്ങളത് താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ ദൈവം പകുതി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിനുള്ള അവസരം. ബാക്കി പകുതി നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഉന്നത പദവിയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന സമയമാണ്. കുടുംബകാര്യങ്ങളിലൊക്കെ നിർണായകമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കേണ്ട സമയമാണ്. നിങ്ങളുടെ നയചാതുര്യമൊക്കെ കുടുംബത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് കൊണ്ടുവരേണ്ട സമയമാണ്. പടപൊരുതേണ്ടതായിട്ട് വരും. നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകേണ്ട സമയമാണ്. മാതാവിൻ്റെ രോഗം മനോവിഷമത്തിന് നിങ്ങൾക്ക് ഇടയാക്കുന്നതാണ്. എന്നാൽ അധികാരഭാവത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. എല്ലാവരോടും അധികാരം അമിതമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത്ര കണ്ട് സൂഹിക്കണമെന്നില്ല, രസിക്കണമെന്നില്ല. അപ്പോൾ അവരൊക്കെ തിരിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനോ അല്ലെങ്കിൽ നമ്മുടെ ആജ്ഞകൾക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് കുടുംബത്തിലെ അംഗങ്ങൾ. അപ്പോൾ അതിൽ മനോവിഷമം ഉണ്ടായിട്ട് കാര്യമില്ല. ആവശ്യമില്ലാത്ത അധികാരങ്ങൾ കാണിക്കാണ്ടിരിക്കുക. ശുക്ര ചന്ദ്രൻ ഗ്രഹങ്ങളുടെ പരിപ്രവർത്തനം മൂലം തൊഴിൽ രംഗം നന്നായിട്ട് പുഷ്ടിപ്പെടും. നല്ല വരുമാനമുണ്ടാകും. വിശ്വസ്തരിൽ നിന്നൊക്കെ വിപരീതങ്ങളായ പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് മാസാവസാനമൊക്കെ ആകുമ്പോഴും കിട്ടുക. ചതി അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നിട്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ നിങ്ങളെ കരുവാക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ ബന്ധുക്കളായും മിത്രങ്ങളായാലും ഒരു സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുക. ചെക്കുകളൊന്നും ഒപ്പിട്ട് കൊടുക്കരുത്. പണമിടപാട് നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. ബോണ്ടുകളൊക്കെ ശരിയായ രീതിയിൽ വായിച്ചിട്ട് നോക്കിയിട്ട് മാത്രമേ
സിഗ്നേച്ചർ ഇടാവൂ. അപ്പോൾ സമയം ഗുണകരമാണ്, ധനപരമായിട്ട് ഗുണകരമാണ്, ജോലിയിൽ ഗുണകരമാണ്. പക്ഷേ നിങ്ങൾക്ക് ശത്രുശല്യം കൂടുതലായിട്ടുള്ള സമയവുമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ആരോഗ്യവും ശ്രദ്ധിക്കുക. അപ്പോൾ പൊതുവെ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ഒഴിച്ചാലും ബാക്കിയൊക്കെ കുഴപ്പമില്ല, വിദ്യാർത്ഥികൾക്കൊക്കെ ഗുണകരം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ മോശം സമയത്തിൽ ദോഷഫലങ്ങളുടെ മാറ്റ് കുറയ്ക്കാനായിട്ട് നിങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്രം ചൊവ്വാഴ്ചകളിൽ ദർശിക്കുക. ഭഗവാൻ 21 നാരങ്ങ കോർത്ത മാല കൊടുക്കുന്നത് നല്ലതാണ്. ഭസ്മം, പാൽപ്പായസം, അതോടൊപ്പം തന്നെ സ്കന്ദപുരാണ പാരായണം ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. സ്കന്ദ ഷഷ്ടി എടുക്കുന്നത് നല്ല. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളുടെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുകയും ഗുണഫലങ്ങളുടെ മാറ്റ് വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും. മനഃശുദ്ധിയോടുകൂടി, നിറഞ്ഞ മനസ്സോടുകൂടി ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റു മാസങ്ങളുടെ വീഡിയോയും മറ്റു